കേരളത്തിൽ നിന്ന് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് വരെ എങ്ങനെ പോയി വരാൻ നോക്കിയാലോ. കേരളത്തിൽ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഗോരഖ്പൂർ. ഗോരഖ്പൂർ സ്ഥിതി ചെയ്യുന്നത് യുപിയിലാണ്. സൊണോലി ബോർഡറിന്റെ ഏറ്റടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഗോരഖ്പൂർ. ഗോരഖ്പൂരിലേക്ക് നമുക്ക് കേരളത്തിൽ നിന്ന് 4 ദിവസം ഡയറക്റ്റ് ട്രെയിൻസ് അവൈലബിൾ ആണ്. ഓർ ഡൽഹി വഴി കണക്ട് ചെയ്തും പോവാം. മാക്സിമം ഗോരഖ്പൂരിലേക്ക് ഡയറക്റ്റ് ട്രെയിൻസ് എടുക്കുന്നവർ മിനിമം 3 days എടുക്കാൻ നോക്കുക. കാരണം സ്ഥലം UP ആണ്. സ്ലീപ്പറൊക്കെ ജനറലിന്റെ സെയിം അവസ്ഥ തന്നെ ഇരിക്കും. ഗോരഖ്പൂർ റീച്ച് ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂറുണ്ട് സൊണോലി ബോർഡർ എത്താൻ പറ്റും. പക്ഷെ നിങ്ങൾ സൊണോലി ബോർഡർ എത്തുമ്പോൾ മാക്സിമം രാത്രിക്ക് മുന്നേ തന്നെ എത്താൻ നോക്കുക. രാത്രി ആയി കഴിഞ്ഞാൽ പൊക്കാറയ്ക്ക് ബസ് അവൈലബിൾ അല്ല. ലാസ്റ്റ് ബസ് ഏകദേശം 7:30 എന്താണ്. ആ 7:30 ബസ്സിന് നിങ്ങൾ പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം നല്ല റേറ്റ് അവർ പറയും. അപ്പോൾ ആ റേറ്റ് കൊടുത്ത് പോകേണ്ടി വരും. മാക്സിമം ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ സൊണോലി ബോർഡർ എത്താൻ നോക്കുക. അവിടെ നിന്ന് പിന്നെ രാത്രി ബസ് കയറി കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ പൊക്കാറ എത്തും. പൊക്കാറയിൽ നിന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പൊക്കാറയിൽ നിന്ന് ജിനോലിക്ക് ബസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ജീപ്സും ഉണ്ട്. ജീപ്പുകൾക്കൊക്കെ ഏകദേശം ഒരു 800 നേപ്പാളി ടു 1000 നേപ്പാളിക്കാണ് അവർ ചാർജ് ചെയ്യുന്നത്. ജിനു എത്തുന്ന സമയം പോലെ നിങ്ങളുടെ ട്രക്കിങ് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എത്തുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ട്രക്കിംഗ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നൈറ്റ് ടൈമിലൊക്കെ ഓരോ വില്ലേജസിലും നല്ല ചാർജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ജിനു തന്നെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് തരാനുള്ളൊരു അഡ്വൈസ് എന്ന് വെച്ചാൽ ഗാന്ധ്രുക് വില്ലേജിൽ നിന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. കാരണം നല്ല ലോങ് ആണ്. ഞാൻ ആ വഴിയാണ് പോയത്, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം നല്ല ടൈം എടുക്കും ചോമ്പ്രങ് വില്ലേജ് എത്താൻ. അതിൻ്റെ നേരെ പകുതി സമയം ഉണ്ടെങ്കിൽ ജിനുവിൽ നമുക്ക് ചോമ്പ്രങ് വില്ലേജ് എത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ ട്രക്കിന് ഏകദേശം 5 to 7 days നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിട്ടേൺ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാം കേട്ടോ. എല്ലാവരും ഇപ്പോൾ നോക്കി കണ്ടൊക്കെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് റിട്ടേൺ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്ത് ചോദിക്കാം കേട്ടോ.